24 ബ്രേക്കിംഗ്. NGO അസോസിയേഷന്റെ ആവശ്യപ്രകാരം വയനാട് ജില്ലാ കളക്ടറേറ്റിലെ റവന്യൂ വിഭാഗത്തിന്റെ ഫയൽ നീക്കത്തിന് കളക്ടർ DR മേഘശ്രീയുടെ ഉത്തരവ്. റവന്യൂ വകുപ്പുകളിലെ ഫയൽ കൈമാറ്റത്തിന് സാധാരണ നിലയിൽ ഉത്തരവിടേണ്ടത് റവന്യൂ കമ്മീഷണറാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ NGO അസോസിയേഷന്റെ ആ നിർദ്ദേശത്തിന് വഴങ്ങി കളക്ടർ ഉത്തരവിറക്കിയത് എന്നാണ് കളക്ടറുടെ വെർഷൻ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. എന്തായാലും ഒരു വിചിത്രമായ നടപടിയാണ്. അതായത് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റവന്യൂ സെക്ഷനുകൾക്കിടയിലെ ഫയൽ കൈമാറ്റത്തിന് ഉത്തരവിടേണ്ടത് റവന്യൂ കമ്മീഷനാണ്. എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം മെയ് 20-ാം തീയതി അപേക്ഷ NGO അസോസിയേഷൻ പ്രസിഡന്റ് ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇത്തരത്തിൽ ജോലിഭാരം കൂടുതലാണ്, അതുകൊണ്ട് ഈ A1 A2 സെക്ഷനിലെ ഫയലുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യണം. അതായത് കൃത്യമായി പറഞ്ഞാൽ A1 സെക്ഷനിൽ വില്ലേജ് ഓഫീസർ തസ്തിക സംബന്ധിച്ച ജീവനക്കാരുടെ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. അതായത് നിയമനം, സ്ഥലം മാറ്റം, പ്രൊമോഷൻ, പ്രൊബേഷൻ, പോലീസ് വെരിഫിക്കേഷൻ, PSC വെരിഫിക്കേഷൻ, റെഗുലറൈസേഷൻ, മേൽ ജീവനക്കാരുടെ സ്ട്രെങ്ത്, ഇതൊക്കെ തന്നെയാണ് A1 സെക്ഷനിൽ. ഇതേപോലെ തന്നെ A2 സെക്ഷനിലാണെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തിക സംബന്ധിച്ച ജീവനക്കാരുടെ വിവരങ്ങൾ, മേൽ പറഞ്ഞ പോലെ തന്നെ ഈ നിയമനം, സ്ഥലമാറ്റം ഒക്കെ തന്നെ. ഇത്തരത്തിലുള്ള ഈ രണ്ട് സെക്ഷനുകളിലെയും ഫയലുകൾ തമ്മിൽ കൈമാറുക. അതായത് A1 സെക്ഷൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആ ഫയലുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.